സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഒരു വില്ലേജ് ബിൽഡറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് പകുതി മുക്കാലും ഉണ്ടാക്കി, പകുതി മുക്കാലും കുറച്ചുണ്ടാക്കിപ്പോയി. എന്താ വെച്ചാൽ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു വാട്ടർ ബക്കറ്റ് ഇവിടെ വെച്ച് ജസ്റ്റ് ഒരു 4 ഇത് ഇങ്ങനെ ആക്കി, അങ്ങോട്ട് 4 ഇങ്ങോട്ട് 4 അങ്ങോട്ടൊക്കെ 4 അങ്ങനെ 4 വെച്ചിട്ട് ഒന്ന് ആ സാധനം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി എത്തുക, അത്രേ ഇതുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഷെയ്ഡറല്ല കേട്ടോ, ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റ് തന്നെ ബെഡ് റോക്ക് പ്ലേയേഴ്സിന് വേണ്ടി ഇറക്കിയ വൈബ്രൻറ്റ് വിഷ്വൽസ് എന്ന് പറഞ്ഞ ഒരു സാധനം മൊബൈലിലേക്കുണ്ട്. നല്ല ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ, സത്യം പറയാലോ കിടില സാധനം. പക്ഷെ നല്ല രീതിക്ക് ഫോൺ ഹാങ് ആവുന്നുണ്ട്. ഇതിൻ്റെ മാക്സ് ഇട്ട് കഴിഞ്ഞാൽ, മാക്സിലിട്ടാൽ ഫോൺ കത്തു, അത്രയ്ക്ക് ഹീറ്റും നല്ല ലാഗും ഉണ്ട്. ഫോൺ അനക്കാൻ കഴിയും. ഒരു എത്ര പറയുക, ഒരു 2 FPS 1 FPS ഒക്കെ കിട്ടുന്നുള്ളൂ, അത്രയും ലാഗ് അടിക്കുന്നുണ്ട്. എന്താ ചെയ്യുക, ഒന്നാമത് ഒപ്റ്റിമൈസ്ഡ് അല്ല എൻ്റെ ഫോൺ കുറച്ച് എൻ്റെ ലോ എൻഡ് ഡിവൈസാണ്. പക്ഷേ എന്നാലും അത്യാവശ്യമൊക്കെ കളിക്കാൻ പറ്റുന്നതാണ്, അത്രയും കളിക്കാൻ പറ്റില്ല. ഈ ലാഗ് തന്നെ ഇപ്പം അങ്ങനെയല്ലേ ഈ ലാഗ്, ഇതന്നെ കുറച്ച് അധികം ആണ്. എന്താ വെച്ചാൽ നമുക്ക് അധികം കളിക്കാൻ നല്ല പണിയാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്യിപ്പിച്ച് അതൊരു ട്രിക്കാണ്. ആ ട്രിക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ ട്രിക്ക് വീഡിയോ പറഞ്ഞാൽ നിങ്ങൾ വേണം കമൻറ്റ് ഇട്ടാൽ നമ്മൾ ആ ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രിക്ക് റിവീൽ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും വില്ലേജ് ബിൽഡർ ഉണ്ടാകും ഗൈസ്. ബാക്കി പണിയൊക്കെ നോക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യണ്ടേ, ഇനി എന്തോ ചെയ്യാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. സോ ഗൈസ്, നമ്മൾ ഇവിടെ ഒരു എന്താ പറയുക, നമ്മൾ ഇവിടെ ഒരു 3 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ അങ്ങനെ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെച്ചാൽ നമുക്ക് ബെഡ് വെക്കണം. ബെഡ് വെച്ചാലേ നമ്മുടെ വില്ലേജർ ബേബി ഉണ്ടാവുള്ളൂ. നല്ല ജലദോഷമാണ്, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും ഇത് ഫുള്ള് ഇങ്ങനെ ഒരു സ്ക്വയറിലുണ്ടാക്കണം. അപ്പം ഉണ്ടാക്കട്ടെ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ബെഡും കാര്യങ്ങളും വെക്കാനുണ്ട്. ബെഡ് നമുക്ക് എല്ലാ വില്ലേജസിൻ്റെ അടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുവരാം, അത് സീനില്ല. ഓക്കെ, ഇനി ഇവിടെ അടിയിൽ നിന്ന് ഒരു വഴി ഉണ്ടാക്കണം ഗൈസ്. ഇവിടുന്ന് ജസ്റ്റ് നമ്മുടെ വില്ലേജർ ബേബി സ്പോണായിട്ട് നേരെ അടിയിലേ പോകണ്ടേ, അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒരു വഴി ഉണ്ടാക്കണം. അപ്പം അതും കൂടി സെറ്റ് ചെയ്തിട്ട് വൈകി കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു കുഴി ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ടോർച്ച് പ്ലേസ് ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ അഥവാ വല്ല സോംബിയായിട്ട് സ്പോണായി കഴിഞ്ഞാൽ തീർന്ന്, അത്രയും ഉണ്ടായ വില്ലേജൊക്കെ സോംബീസായി പോവും. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ഒരു ടോർച്ചിട്ട് വെച്ചിരിക്കുന്നു തോന്നുന്നു. 1 അല്ല 2 ടോർച്ച്, അത് മതിയാവോ അറിയില്ല, നോക്കട്ടെ. ഇനിയിപ്പോൾ ഇത് കൂടി ഇങ്ങനെ കയറി വരാനാണ് മതി. ഒരു ടോർച്ച് ഇവിടെ ഉണ്ട്, ഒരു ടോർച്ച് ഇവിടെ ഉണ്ട്, ഒരു ടോർച്ച് തൽക്കാലം നമ്മളൊരു മനസ്സമാധാനത്തിന് അവിടെ ഒരു ടോർച്ചും കൂടി വെച്ചിരിക്കുന്നത് മതി. ഓക്കെ, ഇനിയിപ്പോൾ ഗൈസ് വില്ലേജിനടുത്ത് പോയിട്ട് ഒരു 10 ബെഡ് ഒപ്പിച്ച് തരണം. 10 ബെഡ് പറ്റിയില്ലെങ്കിൽ ഒരു 8 ബെഡെങ്കിലും മിനിമം ഒപ്പിക്കണം. അപ്പം അത് ഒപ്പിച്ച് വരാം. ഫ്രണ്ട്സ്, ചെറിയൊരു പ്രശ്നം പറ്റി. എന്താ വെച്ചാൽ നമുക്ക് 10 ബെഡൊന്നും കിട്ടിയില്ല. ജസ്റ്റ് ഒരു 3 ബെഡല്ലേ, 2 ബെഡ് വില്ലേജിൻ്റെ ഒന്ന് നമ്മളതാണ്. അപ്പം അത്രയും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒരു 6 ബെഡോടൊപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എത്രയായി, 5ഉം 1ഉം 6, 7, 8, 6, 7, 8, 9, 10ാമത്തെ ബെഡ് ശരിയായൊരു ഐഡിയ ഉണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ ഒരു ദിവസം നമ്മൾ ഉറങ്ങൂല, വേറെ സീനൊന്നുമില്ല. അപ്പം നമ്മൾ 10 ബെഡ് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത് പോവാം. അതിൻ്റെ അടുത്ത് എടാ നെതർ ഉണ്ടാക്കിയതാ, നെതറിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ഈ സാധനം. ഇതൊക്കെ ഒരടി അടിച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ചത്ത്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഒരു നെതറിനായിപ്പോയി. നമ്മളെ ഇതിൻ്റെ അടുത്ത് പോയിട്ട് ബെഡും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ കാണിച്ചു തരാം. ഗൈസ്, ചെറിയൊരു സീൻ പറ്റി. ചെയ്തു വന്നപ്പോൾ നമ്മളെ
ഇവിടെ ഇത്തിരി ഗ്യാപ്പ് കൂടിപ്പോയി. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വലിയ സീനൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടി എന്നാൽ ചെയ്യാം. ഇനിയിപ്പോൾ അവിടെ 2 ട്രാപ്പ് ഡോർ വെക്കണം, ഉള്ളിൽ എന്തെങ്കിലും നട്ട് വെക്കണം. അതും കൂടി ചെയ്താൽ നമ്മളെ വില്ലേജ് റൂട്ട് സെറ്റായി. അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടി ഞാൻ കൊണ്ടുവന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഗൈസ്, അവിടെ ഒരു ആട് ഇതാ, ആട്. ഗൈസ്, ഞാൻ നല്ല പണിയിലാണ് ഗൈസ്. ഒന്നാമത് ആ ഈറ്റിങ്ങളെ 2 കൂടി കൊണ്ടുവരാൻ അറിയുന്നേ. അയ്യോ, ചില്ലറ പരിപാടിയല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെ കൊണ്ടുപോകണമെന്നറിയോ? ഇതിപ്പോൾ നമ്മളെ വീട് അവിടെ എത്തിക്കണം ഈറ്റിങ്ങളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നിന്ന് അവിടെ ആ മലേൻ്റെ ആ ടോപ്പിൻ്റെ അവിടെ, എന്നാലേ അവിടെയാണ് നമ്മളെ ബ്രീഡർ ഉള്ളത്. അയ്യോ, അവിടെ കുഴിയൊക്കെ. അപ്പം എങ്ങനെയും കൊണ്ടെത്തിച്ചിട്ട് ബാക്കി ഞാൻ എങ്ങനെ കാണിച്ചു തരാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വില്ലേജറിൻ്റെ കാര്യമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടപ്പോഴത്തേക്കും തന്നെ ഗൈസ് 3 ചെറിയ ഈറ്റിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വർക്കിംഗ് ആണോ നോക്കാം. ഒന്ന് രാത്രി വരെ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് അവർ 8 ബെഡേ വെച്ചുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കൂടുതൽ വെക്കാൻ നമ്മുടെ അടുത്ത് ഉണ്ടായില്ല. പക്ഷെ ഒരു സീനുണ്ട് ഗൈസ്. നമ്മുടെ ആ വില്ലേജ് പോകുന്ന സ്ഥലമില്ലേ, അവിടെ ക്ലോസ് ചെയ്തില്ല. അവിടെ ക്ലോസ് ചെയ്തില്ലെങ്കിലുള്ള സീൻ എന്താ വെച്ചാൽ, ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇതിലിപ്പോൾ 2 വില്ലേജർ ഉണ്ട്. ഒരു വില്ലേജർ പോയി തോന്നുന്നു, അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ക്ലോസ് ചെയ്യാൻ ഗ്ലാസ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട. ഗ്ലാസ് കിട്ടിയില്ല. ഗ്ലാസ്സിൽ നമ്മൾ പോയിട്ടില്ല. നമ്മളെ വീട്ടിലും ഗ്ലാസ് വെച്ചില്ല. ഗ്ലാസ് ഇവിടെ എവിടെയോ കുറേ നേരം പക്ഷേ കിട്ടിയില്ല. അതാണ് സീൻ. ഈ ജലദോഷം ഒന്ന് മാറിയില്ലെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ. ഇതിപ്പോൾ ആണെങ്കിൽ അക്ഷരങ്ങൾ പോലും വരുന്നില്ല വായിലേക്ക്. അല്ല പോലെ. ഇപ്പോൾ എന്തായാലും രാത്രി വന്നേരം കാത്തിക്കാം. ഇപ്പോൾ 3 അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ രാത്രി ആകുമ്പോൾ ഈറ്റിങ്ങൾ ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെ നമുക്ക് ഇതിപ്പോൾ വെള്ളം ഇല്ല. വെള്ളം തീർന്ന്. വെള്ളം ഉണ്ടോ? ഉണ്ട്. വെള്ളം ഉണ്ട്. ഇത് മറ്റേ ആ ടെക്സ്ചർ കൊണ്ട് കാണുന്നില്ല ഗൈസ് വെള്ളം ഉണ്ടോ ഇല്ലയെന്ന്. ഇവിടെ ശരിക്കും വെള്ളം ഉണ്ട്. വല്ലാത്തൊരു ടെക്സ്ചർ തന്നെ. അല്ല, മറ്റേ എന്ത് എഫക്റ്റ് ഇനി? മറ്റേ എന്തേലും വൈബ്രൻ്റ് എഫക്റ്റ് സീന്. ഓക്കെ, എന്തായാലും നമുക്ക് മേലെ കയറാം. സോംബിയും കാര്യങ്ങളൊക്കെ സ്പോണായിട്ടുണ്ട്. തൽക്കാലം നമ്മൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ നിൽക്കാം. സീനൊന്നും ഇല്ല നമുക്ക്. അല്ല, സീനില്ല എന്നല്ല, എന്തായാലും വെയിറ്റ് ചെയ്താലേ നമുക്ക് ചിലപ്പോൾ നമ്മളെ ബേബി വില്ലേജസ് ഉറങ്ങാൻ കൂടി പോകുന്നുണ്ടോ നോക്കണോ. ഓക്കെ, പോകുന്നുണ്ടോ? പോയിട്ടില്ലല്ലോ. എടാ, ഉറങ്ങാൻ പോടാ. എന്തായാലും ഐറ്റുകൾ അതിലേക്ക് വീണോളും. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയൊക്കെ സെറ്റാക്കുന്ന വീഡിയോ വൈസ് ഞാൻ ഇടും. സെറ്റാക്കാം. വൈറ്റുകളൊന്ന് ഉറങ്ങാൻ വന്ന് ഒന്ന് ഇതിൽ വീണെന്ന് അവിടെ പോയി നിൽക്കുന്നൊന്ന് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി പോടാ. ഒരുത്തൻ പോയി തോന്നുന്നു. ഇവിടെ നമ്മളിവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല കേട്ടോ. എന്താ വെച്ചാൽ പുറത്ത് ഫുള്ള് സോംബീസാണ്. ഇത് കണ്ടില്ലേ? പക്ഷെ നമ്മളെ ഉള്ളിലേക്ക് ഒരിക്കലും കയറൂല. അത് വേറെ കാര്യം. രാത്രി ആകുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഈ കുഴിയിലേക്ക് വീണ് സെറ്റാക്കേണ്ടതാണ്. അതാണ് നമ്മളെ പ്ലാന്. എന്തായാലും അവിടെ പുറത്തൊന്നും ഇല്ലല്ലേ. അല്ല, കയറി വരുന്ന സോംബികൾ കയറി വരുന്നൊന്നും ഇല്ല. നമ്മളവിടെ നിന്ന് സ്കെൽട്ടൻ ചിലപ്പോൾ അമ്പത് വിടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇപ്പം നമ്മൾ താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ അത് നമുക്കും ദോഷമാണ്, നമ്മുടെ ബ്രീഡറിനും ദോഷമാണ്. അതുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് താഴോട്ടിറങ്ങാം. പക്ഷെ ഈറ്റിങ്ങൾ അങ്ങോട്ട് ഉറങ്ങാൻ പോകുന്നില്ലല്ലോ. അതെന്താ സീന്? ബെഡ് കാണിക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് ഉറങ്ങാൻ പോകുന്നില്ല.
അത് സീനില്ല. എന്തായാലും ഇത്രയൊക്കെ സെറ്റായി, അത് മതി. തൽക്കാലം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീച്ച് നോക്കാം. മറ്റേ ഭാഗം കൂടി അടച്ചാളാം, അതാകുമ്പോൾ പിന്നെ വലിയ സീനില്ല. ഓക്കെ, ഒരുത്തൻ എന്തായാലും അവിടെ ഉണ്ടാവേണ്ടതാണ്. വീട്ടുകൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരില്ല എന്തായാലും. എന്താ വെച്ചാൽ ആ വില്ലേജർ അവിടെ ഉള്ളതുകൊണ്ട് ചിലത് അറ്റാക്ക് ചെയ്യാൻ വരും. അവിടെ ഇവിടെ നാളെ ഒരു സോംബി വീണ് കിടക്കുന്നത്. മിക്കവാറും ആ ചെറിയ സോംബി അല്ല, ആ ചെറിയ വില്ലേജറിനെ ഈ സോംബി തട്ടിയിട്ടുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് ഈ സോംബീനെ വല്ല തട്ടണം. അതാ ഞാൻ പറഞ്ഞ ഗ്ലാസ് ഇട്ടിനെ വലിയ സീൻ ഉണ്ടാവില്ല ഇനി. ഇവിടെ നിന്ന് തട്ടാൻ കഴിയൂല ഇനി. വെള്ളത്തിലായ കൊണ്ടാണ് ഐറ്റുകൾ അങ്ങനെ നിൽക്കുന്നത്. എനിവേ നമുക്ക് തൽക്കാലം ഇപ്പോൾ കോബിൾ സ്റ്റോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഗ്ലാസ് എങ്ങനെയെങ്കിലും ഒപ്പിക്കുക. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അല്ലേ വേണ്ട, ഇങ്ങനെ ഇടണമെന്നില്ല, ജസ്റ്റ് ഒരു വട്ടട്ടാക്കാം നമുക്ക് കോബിൾ സ്റ്റോൺ ഉണ്ട്. അതാകുമ്പോൾ സോംബികൾക്ക് കാണെങ്കിലും വലിയ വിഷയമില്ല ഐറ്റങ്ങൾ. അങ്ങനെയല്ല, വിഷയമില്ല എന്നല്ല, നമുക്ക് വലിയ സീനില്ലാണ്ട് ഒരു 1 ബ്ലോക്ക് ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുറച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൻ്റെ ചുറ്റുമുള്ള ഇത് ഫുൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് എന്തായാലും ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ എന്താ വേണ്ട വെച്ചാൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യാം. മിക്കവാറും നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മളെ ഇതില്ലേ നെതറിലുള്ള എന്തെങ്കിലും ഒരു ഇതേക്ക് ഇടാൻ ഉണ്ടാവുക, അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ചാൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ബൈ.